എല്ലാവർക്കും നമസ്കാരം. സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന വർഷം, അതായത് 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. King of Swords, Page of Swords, Five of Cups, Queen of Cups, Empress, Nine of Pentacles, Hierophant, Six of Wands. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന വർഷം പല കാര്യങ്ങളിലും ഒരു സംതൃപ്തി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്താലും ഒരു സംതൃപ്തി കിട്ടുന്നില്ല എന്നുള്ള രീതിയായിരുന്നു ഇതുവരെയെങ്കിൽ ഈ ഒരു വർഷം നിങ്ങൾക്ക് മനസ്സിന് സംതൃപ്തി തരുന്ന കാര്യങ്ങളായിരിക്കും സംഭവിക്കും. മനസ്സിന് സംതൃപ്തി വരുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ആദ്യം തന്നെ പറയട്ടെ, ഫസ്റ്റ് കിങ് ഓഫ് സോഡ്സ് ആൻഡ് എംപ്രസ് എനർജിയാണ്. സോ ഇവിടെ ഒരു വിവാഹകാര്യം സൂചിപ്പിക്കുന്നുണ്ട്. വിവാഹം എന്ന് പറയുന്ന ഒരു കുറച്ച് നാളായിട്ട് വിവാഹത്തിൻ്റെ പുറകെയാണ്, ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഈ ഒരു വർഷം എന്ന് പറയുന്നത് വിവാഹമൊക്കെ ശരിയാവുന്നുണ്ട്. അതിനെ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ലവ് മാരേജ് ആണെങ്കിലും ഒക്കെ വിവാഹ കാര്യങ്ങളൊക്കെ റെഡിയാവുന്ന ഒരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഒരു വളരെ എല്ലാ കാര്യവും നിങ്ങളിപ്പോൾ പൊതുവേ നിങ്ങൾ ജീവിതത്തിൽ ചിന്തിക്കുന്ന ഒരാളായിരിക്കും, എന്ത് കാര്യം എടുത്താലും എപ്പോഴും തടസ്സമാണ്, അങ്ങനെ അല്ലേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ളൊരു സാഹചര്യം ആയിരുന്നു ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിലെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് അങ്ങനെ അധികം പറയേണ്ടി വരില്ല. കാരണം നിങ്ങളൊരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ കാര്യങ്ങളൊക്കെ റെഡിയാവുന്നുണ്ട്. പ്രത്യേകിച്ച് വിവാഹ കാര്യം നിങ്ങൾ ഒത്തിരി ഇടത്ത് ശ്രമിച്ചിട്ട് വിവാഹം ഇതുവരെ വിവാഹത്തിന് വേണ്ടിയിട്ട് പെണ്ണ് കാണൽ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അറേഞ്ച് മാരേജ് വഴി, എങ്കിലും ഒന്നും നടന്നിട്ടില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഈ ഒരു പ്രാവശ്യം ഈ ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യമാണ്. വിവാഹം മാത്രമല്ല, നിങ്ങൾ ചിലപ്പോൾ കുറച്ച് നാളായിട്ടൊരു ഗവൺമെൻറ് ജോലിക്ക് ശ്രമിക്കുന്നുണ്ടാവാം, ഒന്നും ശരിയായിട്ടില്ല. കാരണം ഇപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ദൈവഭാഗ്യം വരുന്നൊരു സമയമായതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ജോലികൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ജോലി, ഇപ്പോൾ ഗവൺമെൻറ് ജോലി ആവണമെന്നില്ല നിങ്ങളിപ്പോൾ ആഗ്രഹിച്ചിട്ടുള്ളത്, നിങ്ങൾ പഠിച്ച കാര്യത്തിലൊരു ജോലിയല്ല നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ പഠിച്ചതിൽ ജോലി നേടാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. സോ അത് നിങ്ങളെ ഒത്തിരി സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ 3 ഓഫ് സോഡ്സ് എനർജി ഫീൽ ചെയ്യിക്കുന്നുണ്ട് ചില ആളുകൾക്ക്. അതായത് അടുത്തിടയ്ക്ക് കുറച്ച് സംഘർഷഭരിതമായിട്ടുള്ള, അതായത് നിങ്ങൾ ചിലപ്പോൾ ഡിവോഴ്സ് നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അടുത്തിടയ്ക്ക് ചിലപ്പോൾ നിങ്ങൾ പ്രണയ നൈരാശ്യം ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് അതിൽ നിന്ന് പുറത്തു വരുന്ന സമയമായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സങ്കടകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്. പലരെ സംബന്ധിച്ചിടത്തോളം വിവാഹം തന്നെ വേണ്ട എന്ന് പറഞ്ഞ ആളുകൾ വിവാഹം കഴിക്കുന്നുണ്ടാവാം. കൂടുതലായിട്ടും വിവാഹത്തിൻ്റെ കാര്യങ്ങൾ വരുന്നത് കൊണ്ടാണ് അത് പറയുന്നത്. അത് മാത്രമല്ല, ജോലി മറ്റ് കാര്യങ്ങളിലും ഒക്കെ സന്തോഷകരമായിട്ടുള്ള അനുഭവം. അടുത്ത വിവാഹം കഴിഞ്ഞവരെ കുട്ടികളുണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ കുട്ടികളുണ്ടാകുന്ന കാര്യത്തിലാണ് നിങ്ങൾക്ക് തടസ്സം ഉണ്ടായിരുന്നിട്ടുള്ളത് എങ്കിൽ ആ ഒരു തടസ്സവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ചില ആളുകൾ നമ്മളിപ്പോൾ 10 വർഷമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇത്ര വർഷം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഇനി സാധ്യതയില്ല എന്നൊക്കെ ചിന്തിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വർഷം നല്ലൊരു സമയമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യം പലരെയും സംബന്ധിച്ച് സ്ട്രെസ്സാണ്. അപ്പോൾ കുട്ടികളില്ലാത്ത ആളുകളാണെങ്കിൽ അപ്പോൾ കുട്ടികൾ ഉണ്ടാകുമോ എന്നൊരു ചിന്തയിലായിരിക്കും നിങ്ങളുടെ ലൈഫിൽ എല്ലാ സമയത്തും. അപ്പോൾ അതൊരു സ്ട്രെസ്സാണ് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊടുക്കുന്നത്. ആ ഒരു ചിന്തയില്ലാതെ ജീവിതം ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ജീവിതം ആസ്വദിക്കുക പൂർണ്ണമായിട്ടും. നിങ്ങൾ ജീവിതം ആസ്വദിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഹാപ്പിനെസ് എന്താണെന്ന് മനസ്സിലായി തുടങ്ങുമ്പോൾ, നിങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പോൾ നിങ്ങളുടെ ശരീരവും മനസ്സും സന്തോഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരേണ്ടുന്ന ഭാഗ്യം നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെ പറയാം. ആ ഒരു പോസിറ്റിവിറ്റിയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ പേജ് ഓഫ് സോഡ്സ് ആൻഡ് 9 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത്യുഗ്രമായിട്ടുള്ള സമയമാണ് ഈ ഒരു വർഷം എന്ന് പറയാം. പലരെയും സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ചിട്ട് പഠിക്കാതിരിക്കുക എന്നുള്ളതല്ല, പലരെയും സംബന്ധിച്ചിടത്തോളം കറക്കി കുത്തിക്കഴിഞ്ഞാൽ വിജയിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ
വലിയ രീതിയിലൊന്നും പഠിക്കാതെ പോയാൽ 20 മാർക്കിൻ്റെ പഠിച്ചിട്ട് പോയാൽ 40 മാർക്ക് കിട്ടുന്ന ഒരു രീതി എന്ന് പറയുമല്ലോ, അതുപോലത്തെ സാഹചര്യമാണ്. പക്ഷേ 20 മാർക്കിനെങ്കിലും പഠിച്ചാലേ 40 മാർക്ക് കിട്ടൂ എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക. ഒന്നും പഠിക്കാതെ പോയി കഴിഞ്ഞിട്ട് ഫുൾ മാർക്ക് കിട്ടണം എന്നുള്ളതല്ല ഉദ്ദേശിച്ചത്. സാമാന്യം കുറച്ച് ബുദ്ധിപരമായിട്ട് കൂടി ചിന്തിച്ചിട്ട് വലിയ രീതിയിൽ പഠിക്കുന്നില്ല എങ്കിലും നിങ്ങൾക്ക് ജയിച്ചു പോകാനുള്ള മാർക്കൊക്കെ ലഭിക്കുന്നു എന്നുള്ള രീതിയാണ്. ഭാഗ്യം വളരെ കൂടുതലുള്ള സമയമായതുകൊണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു എനർജി നല്ല രീതിയിൽ അതേപോലെ നിങ്ങൾ പഠിക്കുകയാണ് എങ്കിൽ നിങ്ങൾ വിചാരിച്ച ലെവലിൽ, ഇപ്പോൾ നിങ്ങൾ എൻട്രൻസ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ മെഡിക്കൽ എൻട്രൻസ് ചെയ്യുന്നുണ്ട്, നെറ്റ് സെറ്റ് ഇതുപോലുള്ള കാര്യങ്ങൾ, GRF SRF ഒക്കെ ഇതിന് വേണ്ടിയിട്ട് സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ എഴുതുന്നവർ, അല്ലാതെ കുട്ടികൾ സ്കൂളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇതിലൊക്കെ സാധ്യതകളുണ്ട്. നന്നായിട്ട് പഠിക്കുന്നവരാണ്, സ്കോളർഷിപ്പിന് എഴുതുന്നവർക്കാണെങ്കിൽ സാധ്യതകൾ ഒത്തിരി ഉണ്ട്. നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ മാർക്ക് ലഭിക്കുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം നല്ലൊരു വർഷമാണ്. വീട്ടമ്മമാർ പ്രായമായിട്ടുള്ള, അതായത് വീട്ടിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിലും തീരെ ചെറിയ കുട്ടികൾ വീട്ടിൽ സമയം ചെലവഴിക്കുന്നവരെയൊക്കെ സംബന്ധിച്ച് കുടുംബത്തിൽ നല്ലൊരു സന്തോഷം തരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഒത്തിരി അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഒരു കാലത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ജീവിതം ആസ്വദിച്ച് തുടങ്ങുന്നു വീണ്ടും. കാരണം പലരും ജീവിതം ഇടയ്ക്ക് വെച്ച് ആസ്വദിക്കുന്നത് നിർത്തി പിന്നീട് അങ്ങോട്ട് വെറുതെ ആർക്കോ വേണ്ടി ജീവിച്ചു പോകുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അതിൽ മാറ്റം വരുത്തുന്നുണ്ട്. ജീവിതം ആസ്വദിച്ച് വീണ്ടും തുടങ്ങുന്ന ഒരു സാഹചര്യം എന്ന് തന്നെ പറയാം. പുതിയൊരു ജീവിതം, പുതിയൊരു തുടക്കം ജീവിതത്തിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ അത് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പിന്നെ പലരും ആഘോഷങ്ങളുടെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫാമിലിയിൽ ഒരു ആഘോഷം കാണുന്നുണ്ട്. എന്തൊക്കെയോ ഈ ഒരു വർഷം കൊച്ചു കൊച്ചു ആഘോഷങ്ങളാണെങ്കിൽ പോലും പല പല ആഘോഷങ്ങളാണ് കാണിക്കുന്നത്. വലിയ ആഘോഷങ്ങളും അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവാം. അപ്പോൾ അത് ഓരോരുത്തരുടെ കാര്യം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. പിന്നെ ഇവിടെ 5 ഓഫ് കപ്സ് എനർജി ആൻഡ് ഹൈറഫൻ്റ് എനർജിയാണ്. ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ചില ആളുകൾ നിങ്ങൾ സങ്കടകരമായിട്ടുള്ള അവസ്ഥയിലായിരുന്നിരിക്കാം ഇപ്പോൾ. അത് മുന്നോട്ടേക്ക് പോകുമ്പോൾ ആ സങ്കടകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് കടക്കുക. കാരണം നഷ്ടപ്പെട്ടു പോയത്, ക്രൈങ് ഓവർ ദ സ്പിൽ മിൽക്ക് എന്ന് പറയും. നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. കാരണം നഷ്ടപ്പെട്ടത് ഒരിക്കലും തിരിച്ചു വരില്ല. ഇനി നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടില്ല. പക്ഷേ അതിൽ നിങ്ങൾക്ക് എങ്ങനെ അതിൽ നിന്ന് എന്ത് പരിഹാരമാണ് ഇനി ചെയ്യാൻ പറ്റുന്നത്, ഇനി എന്ത് ചെയ്യാം, ഇനി എന്ത് എന്നുള്ളത് ചിന്തിക്കാൻ ശ്രമിക്കുന്നിടത്താണ് നിങ്ങളുടെ വിജയം എന്ന് മനസ്സിലാക്കി നിങ്ങൾ സ്വയം ഇനി എന്ത് എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പലരും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കുന്നുണ്ട്. യോഗ, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ, ആത്മീയതയിലേക്ക്, ദൈവികതയിലേക്ക്, ഇതിലൊക്കെ അഭയം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി പല കാര്യങ്ങളും നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നു, കുറച്ചുകൂടി മെച്യൂർ ആവുന്നുണ്ട്. പലതും പഠിക്കുന്നുണ്ട്. ഇപ്പോൾ യോഗ, മെഡിറ്റേഷൻ, ഇതൊക്കെ പലരും പഠിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വളരെയധികം സ്വയം ഒരു വിശ്വാസം വരികയാണ്, സെൽഫ് കോൺഫിഡൻസ് നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറ്റും എന്നുള്ളത്, ഞാൻ ശ്രമിച്ചാൽ എനിക്ക് പറ്റും എന്നുള്ളൊരു ചിന്തയിലേക്ക് നിങ്ങൾ വരുന്നതായിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് അത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എനർജി. നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളുടെ ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ്. അതേപോലെ തന്നെ 6 ഓഫ് വോൺസ് എനർജി, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എനർജിയാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഒത്തിരി സന്തോഷം, ആത്മവിശ്വാസം, ഒത്തിരി സംതൃപ്തി നൽകുന്നൊരു വർഷമാണ്. നിങ്ങൾക്ക് ഒത്തിരി സംതൃപ്തി നൽകുന്ന ഒരു സാഹചര്യം എന്ന് പറയാവുന്ന ഒരു വർഷമാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ലിറ്ററലി ഫീൽ ചെയ്യുന്നത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ ക്ഷേത്രങ്ങളിൽ കഴിപ്പിക്കാനായിട്ട് ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ള വഴിപാടുകൾ നടത്താം, മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. അപ്പോൾ നമ്മൾ ചില സാഹചര്യങ്ങളിൽ പല അമ്പലങ്ങളിലുണ്ട് ആമയുടെ, അല്ലെങ്കിൽ മറ്റ് ചില ക്ഷേത്രങ്ങളിൽ നാഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്ഷേത്രങ്ങളിൽ, ഇപ്പോൾ ചില ക്ഷേത്രങ്ങളിൽ മീനൂട്ട് ഉണ്ട്, മീനുകൾക്ക് ഭക്ഷണം കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ചെയ്യാം. അതുപോലെ പല മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മൾ കണ്ണൂരിലുള്ള ക്ഷേത്രങ്ങൾ, ചില ക്ഷേത്രം, അതുപോലെ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം എന്നാൽ അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ, മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ക്ഷേത്രങ്ങൾ ഉണ്ട് എങ്കിൽ അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക. അതേപോലെ തന്നെ
മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്, പ്രത്യേകിച്ച് നല്ല വേനൽക്കാലമാകുന്ന സമയത്തൊക്കെ പക്ഷികൾക്ക് മൃഗങ്ങൾക്ക് അങ്ങനെ ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ നല്ലത്. അതല്ല എങ്കിൽ അതൊരു ശീലമാക്കുക. മിണ്ടാപ്രാണികളോട് സ്നേഹം കാണിക്കുക എന്നുള്ളത്. എല്ലാവരോടും സ്നേഹം കാണിക്കുക, പക്ഷെ പ്രത്യേകിച്ചും മൃഗങ്ങളോട്. കാരണം ഇവിടെ 6 ഓഫ് വൺസ് എനർജിയാണ്, നിങ്ങളുടെ കർമ്മയാണ്, കൊടുക്കുന്നത് തിരിച്ചു കിട്ടുന്ന ഒരു വർഷമാണ്. അപ്പോൾ ഈ ഒരു വർഷം എന്ന് പറഞ്ഞത് പെട്ടെന്നായിരിക്കും. നമ്മൾ പണ്ടൊക്കെ പിന്നെ ഇപ്പോൾ ഒക്കെ ദൈവം അപ്പം തന്നെയാണെന്ന് ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതുപോലെയാണ് ഈ വർഷം നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിനുള്ള കർമ്മഫലം നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുമ്പോൾ അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഇല്ലാതെ സംതൃപ്തമായിട്ടുള്ളൊരു ജീവിതമാണ് ഈ വർഷം കാണിക്കുന്നത് എന്നുള്ളതാണ് ചുരുക്കം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.